പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്ക് ഒന്ന് പോകാം. പഞ്ച് ഡയലോഗ്. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ദേവസ്വം ബോർഡാണെങ്കിൽ മന്ത്രി എന്തിന് പോയി സ്റ്റാലിനെ ക്ഷണിച്ചുവെന്നാണ് ഇന്ന് കെ മുരളീധരൻ ചോദിച്ചത്. അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണെന്നും മുരളീധരൻ വിമർശിച്ചു. മുരളീധരന്റെ ആ വാക്കുകളാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗ്. രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, ഇതാരാണ് നടത്തുന്നത്? ദേവസ്വം ബോർഡാണോ ഗവൺമെന്റാണോ? ദേവസ്വം ബോർഡാണെങ്കിൽ എന്തിനാണ് മന്ത്രി പോയിട്ട് സ്റ്റാലിനെ ക്ഷണിക്കാൻ പോകുന്നത്? സ്റ്റാലിനെ ക്ഷണിച്ച സ്ഥിതിക്ക് ദക്ഷിണേന്ത്യയിലെ മറ്റ് രണ്ട് മുഖ്യമന്ത്രിമാരുണ്ടല്ലോ. രേവന്ത് റെഡ്ഡി ദൈവവിശ്വാസിയാണ്, സിദ്ധരാമയ്യ ദൈവവിശ്വാസിയാണ്. ആ രണ്ടുപേരെയും കൂടെ വിളിക്കായിരുന്നില്ലേ? ആന്ധ്ര വോട്ടെ BJP-കാരാന്ന് വിചാരിക്കുക. സ്റ്റാലിന്റെ അതേ സ്റ്റാറ്റസ് തന്നെ സിദ്ധരാമയ്യയ്ക്കും രേവന്ത് റെഡ്ഡിക്കും ഇല്ലേ? അവരെന്താവെന്ന് അയ്യപ്പ എഴുന്നേറ്റ് പോകും. മാത്രമല്ല, ഈ ക്ഷണിക്കാൻ പോകുന്ന ആൾക്കാർ അയ്യപ്പ വിഗ്രഹം കാണുമ്പോൾ തൊഴുകെങ്കിലും വേണ്ടേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തൊഴുകുന്നുണ്ട്, അതേ ഈശ്വരവിശ്വാസിയാണ്. കാരണം കോൺഗ്രസിന് പോയിട്ട് അധികമായിട്ടില്ലല്ലോ. അതേ സമയത്ത് വിശ്വാസമില്ലാത്ത മന്ത്രി എന്തിനാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് പോയത്? എന്തിനാ? അപ്പൊ ആരാ നടത്തുന്നത്? ദേവസ്വം ബോർഡാണ് നടത്തുന്നതെങ്കിൽ മന്ത്രി പോകേണ്ട ആവശ്യമില്ല. അതല്ല, ഗവൺമെന്റാണ് നടത്തുന്നതെങ്കിൽ ആ കാര്യം തുറന്നു പറയണം. അപ്പോ ഒരു വിശ്വാസം, അമ്പലത്തിന്റെ അയ്യപ്പന്റെ നടയിൽ തൊഴുക പോലും ചെയ്യാത്ത ആൾക്കാർ ഇപ്പൊ അയ്യപ്പന്റെ ആൾക്കാരായിട്ട് വന്നിരിക്കുക. ഇത് എലക്ഷൻ കണ്ടുകൊണ്ട് മാത്രമാണ്